ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന പമ്പയിലേക്കാണ്. അവിടെ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. തിരിതെളിച്ച ശേഷം ഔദ്യോഗിക ചടങ്ങുകളിലേക്ക് കടക്കുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ള വിശിഷ്ട അതിഥികൾ വേദിയിലേക്ക് കടന്നിരിക്കുകയാണ് നിലവിൽ. നമ്മുടെ പ്രതിനിധികൾ ആർ അനന്തകൃഷ്ണനും കണ്ണൻ നായരും ചേരുന്ന വിവരങ്ങളുമായി. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ അനന്തൻ? മോത്തി, അല്പസമയം എനിക്ക് തോന്നുന്നത് ഒരു കൃത്യം 10 മണിയോടുകൂടി ഈ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുമെന്നാണ്. 9:30-ക്ക് മുഖ്യമന്ത്രി എത്തുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. 9:30-ക്ക് തന്നെ മുഖ്യമന്ത്രി ഈ പ്രധാന വേദിയിലേക്ക് എത്തി. മുഖ്യമന്ത്രി പമ്പയിൽ തന്നെ ഉണ്ടായിരുന്നു. പൊതുമരാമത്തിൻ്റെ പുതിയ കെട്ടിടത്തിലാണ് മുഖ്യമന്ത്രി ഇന്നലെ രാത്രിയിൽ കഴിഞ്ഞിരുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ശബരിമല സന്നിധാനത്തോ അല്ലെങ്കിൽ പമ്പയിലോ പമ്പയിൽ രാത്രി തങ്ങുന്ന ആദ്യത്തെ മുഖ്യമന്ത്രിയാകും പിണറായി വിജയൻ എന്ന് പറയാം. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി അതിൽ സംഭവിച്ചു. ഏതായാലും ഇന്നലെ അതുകൊണ്ട് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇപ്പോൾ തമിഴ് സിനിമയിൽ നിന്നുള്ള താരങ്ങളടക്കം ഇവിടേക്ക് എത്തുന്നുണ്ട്. ഒപ്പം മലയാള സിനിമാ താരങ്ങൾ അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ വിവിധ മേഖലകൾ, സിനിമാ താരങ്ങൾ മാത്രമല്ല, ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിവിധ മേഖലകളിലെ പ്രമുഖരെല്ലാം തന്നെ ക്ഷണിക്കപ്പെടുകയും അവരെല്ലാം ഈ ചടങ്ങുകളിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനിയൊരു 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ കാണാൻ, അല്ലേ? തീർച്ചയായിട്ടും 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ഒരു ചരിത്ര സംഭവമാണ്. പമ്പയുടെ തീരത്ത്, മണപ്പുറത്ത് ഇതുപോലൊരു വേദി ഉണ്ടായിട്ടില്ല, ഇതുപോലൊരു ചർച്ചകൾ ഉണ്ടായിട്ടില്ല. ആ ഒരു വേദിയിൽ ഉണ്ടാകുന്ന ഒരു ചർച്ചയ്ക്ക് നിമിഷങ്ങൾ മാത്രമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ നിലവിളക്ക് കൊളുത്തുന്നതോടുകൂടി ആ ചടങ്ങുകൾക്ക് ഉദ്ഘാടനമാകും. എന്താണ് മുഖ്യമന്ത്രി ഇത് പറയാൻ പോകുന്നത്? എന്താണ് ഈ സർക്കാരിൻ്റെ ഒരു ലക്ഷ്യം? ശബരിമല വികസനത്തിന് സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഒരു ലക്ഷ്യം എന്താണ്, അവരുടെ പ്ലാൻ എന്താണ് എന്നുള്ളതാണ്. നേരത്തെ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ കൊടുത്ത ഒരു പ്ലാനാണ് ഹൈക്കോടതി പോലും അംഗീകരിച്ചത്. അതിനെ ചുവട് പിടിച്ചുള്ളതായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. കാര്യം ഒരു ശബരിമല വികസനം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വികസനത്തെ കൂടി ബാധിക്കുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് സ്പിരിച്വൽ ടൂറിസം എന്നുള്ള ലെവലിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്നത്. പിൽഗ്രിം ടൂറിസം എന്നുള്ള ലെവലിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അതിലിപ്പോൾ ഏറ്റവും പ്രധാനം റോപ്പ് വേ അതിന്റെ നിർമ്മാണം ഉടൻ തുടങ്ങുമോ? റോപ്പ് വേയുടെ നിർമ്മാണം ഉടൻ തുടങ്ങുമോ? അതുപോലെ ഈ ഹിൽ ടോപ്പിൽ നിന്ന് ഗണപതി ക്ഷേത്രത്തിന്റെ മുന്നിലേക്കുള്ള ബ്രിഡ്ജ്, അപ്പോൾ അതൊക്കെയാണ് പമ്പയിൽ പെട്ടെന്ന് നടപ്പാക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതിലൊക്കെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസംഗത്തിൽ എന്തൊക്കെയാണ് സൂചനകളുള്ളത്? ഏതായാലും ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഇനിയിപ്പോൾ ഏറ്റവും കൗതുകത്തോടെ കേരളം കാത്തിരിക്കുന്നത് മുഖ്യമന്ത്രി എന്തു പറയുന്നു എന്നുള്ളതാണ്. കാരണം യുവതീ പ്രവേശന വിവാദവും ഒക്കെ കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രി ഈ പമ്പയുടെ തീരത്തേക്ക് എത്തുന്നത്. അതിൽ ഒരുപാട് ചോദ്യങ്ങൾ പ്രതിപക്ഷം ചോദിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ കാലത്ത് ആദ്യമായിട്ടാണ് അദ്ദേഹം രണ്ടാം സർക്കാരിന്റെ കാലത്ത് ആദ്യമായിട്ടാണ്. അതിനൊപ്പം തന്നെ ഈ ആഗോള അയ്യപ്പ സംഗമം പ്രഖ്യാപിക്കപ്പെടുമ്പോൾ പ്രതിപക്ഷം ചോദിച്ച ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശബരിമല ആചാരവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ അതിനൊക്കെ ഇതുവരെ ദേവസ്വം പ്രസിഡന്റും ദേവസ്വം മന്ത്രിയും ഒക്കെ മറുപടി പറഞ്ഞെങ്കിലും ഈ ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി എന്താണ് ശബരിമലയെക്കുറിച്ച്, ശബരിമലയുടെ വികസനത്തെക്കുറിച്ച്, ശബരിമലയുടെ ആചാരങ്ങളെക്കുറിച്ച്, ആരാധനയെക്കുറിച്ചൊക്കെ പറയാൻ പോകുന്നത് എന്നുള്ളത് രാഷ്ട്രീയ കേരളവും ആധ്യാത്മിക കേരളവും ഒരുപോലെ കാതോർക്കുകയാണ്. കാര്യം ഒരു വശത്ത് ഇത് നിക്ഷേപ സംഗമമാണെന്നുള്ള വിമർശനം ഉയരുന്നു. ഇവിടെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ചർച്ചയില്ല എന്ന് പറയുമ്പോൾ വലിയ വിമർശനം ഉയരുന്നു. അതേസമയത്ത് തന്നെ ശബരിമലയുടെ വികസനം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ആ ശബരിമലയുടെ വികസനത്തിന് സംസ്ഥാന സർക്കാർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും, എന്തൊക്കെ തുടക്കമാണ് ഞങ്ങൾ കുറിക്കാൻ പോകുന്നത്, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ യുവതി പ്രവേശനം മൂലമുണ്ടായ ഒരു വലിയ വിവാദമുണ്ട്. അതിനുശേഷം ഒരു മുഖം മിനുക്കൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. കാര്യം ഈ ഒരു വിഷയം ശബരിമല എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഇഷ്യൂ ആണ്. അതുകൊണ്ട് തന്നെ അതിനെ അത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് കൈകാര്യം ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കാം ചിലപ്പോൾ വെള്ളാപ്പള്ളി നടേശനും മുഖ്യമന്ത്രി ഒരേ കാറിൽ വന്നിറങ്ങുന്ന അതൊരു സന്ദേശമായിരിക്കാം. കൃത്യമായ രാഷ്ട്രീയ സന്ദേശം തന്നെയാണ്. അതിൽ എല്ലാം ഉണ്ട്. രാഷ്ട്രീയ കേരളത്തിനുള്ള എല്ലാ സന്ദേശവും ഉണ്ട്. പ്രത്യേകിച്ച് BDJS BJPയുമായി കൈകോർത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടി BJP തുഷാർ വെള്ളാപ്പള്ളിയും ഈ ആഗോള അയ്യപ്പ സംഗമവുമായി സഹകരിക്കാത്ത ഒരു സാഹചര്യത്തിൽ പന്തളത്ത് അടുത്ത ദിവസം ആഗോള ഒരു അയ്യപ്പ സംഗമം സംഘപരിവാർ നടത്താൻ പോകുന്ന സാഹചര്യത്തിൽ തുഷാർ വെള്ളാപ്പള്ളി അതിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ പിതാവ് കൂടിയായ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിക്കൊപ്പം ആ കറുത്ത ഇന്നോവ ക്രിസ്റ്റ കാറിൽ നമ്പർ 1 എന്നെഴുതിയ കാറിൽ ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ പമ്പാ തീരത്ത് പമ്പാ സരസിന്റെ കരയിൽ മുഖ്യമന്ത്രിക്കൊപ്പം വന്നിറങ്ങുമ്പോൾ അത് രാഷ്ട്രീയ കേരളത്തിന് വ്യക്തമായ സൂചന നൽകുന്ന ഒരു ദൃശ്യമാണ്. അതായത് നമ്മൾ ഒരുമിച്ചാണല്ലോ ആ കാറിന്റെ സമീപത്തോട് കൂടിയത്. അന്നേരം വളരെ സൗഹാർദ്ദപരമായി ചിരിച്ച് കളിച്ച് രണ്ടുപേരോട് സംസാരിക്കുന്ന കാര്യങ്ങളാണ്. അന്നേരം നേരത്തെ ചില വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി വെള്ളാപ്പള്ളി നടേശനുമായി കൂടുതൽ അടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഒരു സൂചന, നേരത്തെ ഒരു രാഷ്ട്രീയ സൂചനയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, തൊട്ടുപിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഇവർ രണ്ടുപേരും കൂടെ വന്നിറങ്ങുന്ന സമയത്തുണ്ടാകുന്ന ഒരു രാഷ്ട്രീയ സന്ദേശം, ആ സന്ദേശം കൂടിയായിരിക്കും ഇന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്, രാഷ്ട്രീയ കൗതുകമായി മാറുന്നത്. അതിനൊപ്പം തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള
നിന്നുള്ള രണ്ട് പ്രതിനിധികൾ, അത് തമിഴ്നാട്ടിലെ പ്രമുഖരായ രണ്ട് മന്ത്രിമാരാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നത്. പ്രത്യേകിച്ച് ശബരിമലയിലെ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് തമിഴ്നാടിന് വളരെ പ്രാധാന്യമുണ്ട്. ഒരുപക്ഷെ കേരളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അയ്യപ്പ ഭക്തർ വരുന്നത് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നും വരുന്നുണ്ട്, ഒപ്പം തമിഴ്നാട്ടിൽ നിന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് കർണാടക, തമിഴ്നാട്, തെലങ്കാന, ആന്ധ്ര. തമിഴ്നാട്ടിൽ നിന്ന് മാത്രമാണ് അയ്യപ്പന് ഒരു പാരമ്പര്യ ബന്ധം കൂടിയുള്ള ഒരു സംസ്ഥാനമാണ് അയ്യപ്പനാണ്. പാണ്ഡ്യരാജാവിന്റെ പിന്മുറക്കാരനാണ്. അപ്പോൾ ആ പാരമ്പര്യം കൂടി കിടക്കുന്നതുകൊണ്ട് തമിഴ്നാടിന് ഒരു പ്രത്യേക പ്രാധാന്യമുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള രണ്ട് മന്ത്രിമാർ ഈ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ അവർക്ക് ഈ ശബരിമലയുടെ വികസനത്തിലുള്ള കാഴ്ചപ്പാട് ഇവിടെ അവതരിപ്പിക്കാൻ കഴിയും. അവിടെ നിന്നുള്ള അയ്യപ്പന്മാർക്ക് ഇവിടെ എന്തൊക്കെയാണ് ഇനി നൽകേണ്ടതെന്നുള്ള കാര്യത്തെക്കുറിച്ച് കൂടി അവർ പറയുമായിരിക്കും. തീർച്ചയായിട്ടും. കാര്യം ഇന്ന് രാവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായി സംസാരിക്കുമ്പോൾ നിക്ഷേപമല്ല, അയ്യപ്പനുള്ള സമർപ്പണമാണ്. ആദ്യം തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും തെലങ്കാനയിൽ നിന്നും ഒക്കെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ്, കർണാടക, പ്രത്യേകിച്ച് കർണാടക പോലുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അയ്യപ്പന് സമർപ്പണം. ഇപ്പം വിരിവെക്കുന്ന സ്ഥലങ്ങളായാലും മാകുണ്ട അയ്യപ്പ നിലയമായാലും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളെല്ലാം നിർമ്മിച്ചു കൊടുത്തത് പല വിശ്വാസികളാണ്. അന്നേരം അങ്ങനെയൊക്കെയുള്ള വിശ്വാസികളിൽ നിന്നുള്ള സഹായത്തോടു കൂടി ഇപ്പം റോപ്പ് ആണെങ്കിലും മറ്റ് പാലമാണെങ്കിലും പമ്പയിലേക്കുള്ള, ത്രിവേണിയിൽ നിന്ന് പമ്പയിലേക്കുള്ള പാലമാണെങ്കിലും അതിൻ്റെയൊക്കെ വനം വകുപ്പ് എത്രത്തോളം അനുമതി നൽകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് അതിർത്ത് കാണണം. എങ്കിൽ പോലും ഒരു നല്ല പ്രൊജക്റ്റ് തന്നെയാണ്. അതിൽ മുഖ്യമന്ത്രി എന്താണ് പറയുന്നത്? ഇപ്പോൾ മുഖ്യമന്ത്രി വേദിയിലേക്ക് വരാൻ പോകുന്നു. കോട്ടയം SP അടക്കമുള്ള ആൾക്കാർ അദ്ദേഹം വേദിയിലേക്ക് മുഖ്യമന്ത്രി അടക്കമുള്ളവർ, മന്ത്രി വാസവൻ അടക്കമുള്ള പ്രധാന വ്യക്തികൾ മോത്തി വേദിയിലേക്ക് വരികയാണ്.